പഹൽഗാം ആക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും പിന്നാലെ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് അറിയിക്കുന്നതിനായി ഭരണ പ്രതിപക്ഷ അംഗങ്ങളടങ്ങിയ പ്രതിനിധി സംഘങ്ങൾ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചു വരികയാണ്. കോൺഗ്രസ് MP ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇപ്പോൾ അമേരിക്കൻ സന്ദർശനത്തിലാണ്. ഇതിനിടെ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശശി തരൂരിനോട് ചോദ്യം ചോദിച്ചയാളെ കണ്ട് വേദിയിൽ ചിരി പടർന്നു. വേറാരുമല്ല, ശശി തരൂരിന്റെ മകൻ ഇഷാൻ തരൂരാണ് അച്ഛനോട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചത്. ഇഷാൻ ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ എന്റെ മകനാണ് ഇത്, ചോദ്യം ചോദിക്കാൻ അനുവദിക്കരുത് എന്ന് തമാശ രൂപത്തിൽ ശശി തരൂർ പറഞ്ഞിരുന്നു. ഇത് കേട്ട് സദസ്സിലാകെ ചിരി പടർന്നു. എന്നാൽ അച്ഛൻ അടുത്ത രാജ്യത്തേക്ക് പോകും മുൻപ് കണ്ട് ഒരു ഹായ് പറയാൻ വന്നതാണ് എന്ന് മറുപടിയായി ഇഷാൻ തരൂരും പ്രതികരിച്ചു. അച്ഛനും മകനും തമ്മിലുള്ള ഈ സംഭാഷണം കേട്ട് വേദിയിലും സദസ്സിലുമുള്ളവർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ചാണ് ഇഷാൻ തരൂരിനോട് ചോദിച്ചത്. തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തോട് പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ച് ഏതെങ്കിലും രാജ്യം തെളിവ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇഷാൻ തരൂരിനോട് ചോദിച്ചത്. ആക്രമണത്തിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ നിരന്തരം നിഷേധിക്കുന്നതിനെക്കുറിച്ചും ഇഷാൻ ചോദ്യങ്ങൾ ഉന്നയിച്ചു. പര്യടനത്തിന്റെ ഭാഗമായി നിങ്ങൾ നിരവധി പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ച് തെളിവ് കാണിക്കാൻ നിങ്ങളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആക്രമണത്തിൽ പങ്കില്ല എന്ന് ആവർത്തിച്ച പാകിസ്ഥാൻ നിഷേധിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതായിരുന്നു ഇഷാന്റെ ചോദ്യം. പാകിസ്ഥാനെതിരെ കൃത്യമായ തെളിവുകൾ ഇല്ലാതിരുന്നുവെങ്കിൽ ഇന്ത്യ ഇതുപോലെ തിരിച്ചടിക്കുമായിരുന്നില്ല എന്നാണ് ശശി തരൂരിന്റെ ഉത്തരം. താങ്കൾ ഈ ചോദ്യം ചോദിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലളിതമായി പറഞ്ഞാൽ ആർക്കും അക്കാര്യത്തിൽ സംശയമില്ല. ആരും ഞങ്ങളോട് തെളിവ് ചോദിച്ചിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾ 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. കൃത്യമായ തെളിവുകൾ ഇല്ലാതെ ഇന്ത്യ ഇത് ചെയ്യുമായിരുന്നില്ല എന്ന് ഞാൻ വ്യക്തമായി പറയട്ടെ എന്നും ശശി തരൂർ പറയുന്നുണ്ട്. 3 കാരണങ്ങൾ വ്യക്തമാക്കി ശശി തരൂർ ഇതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. 1984 ഇഷാൻ തരൂർ ജനിക്കുന്നത്. ശശി തരൂർ സിംഗപ്പൂരിൽ നയതന്ത്രജ്ഞനായി ജോലി ചെയ്തിരുന്ന കാലത്താണ് ഇഷാന്റെ ജനനം. ഇരട്ട കുട്ടികളിൽ ഒരാളാണ് ഇഷാൻ തരൂർ. കനിഷ്ക് തരൂർ എന്നാണ് ഇരട്ട സഹോദരന്റെ പേര്. 2006 ഇഷാൻ തന്റെ കരിയർ തുടങ്ങുന്നത്. ടൈം മാഗസിനിൽ റിപ്പോർട്ടറായി തുടങ്ങിയ ഇഷാൻ തരൂർ പിന്നീട് ന്യൂയോർക്ക് സിറ്റിയിൽ സീനിയർ എഡിറ്ററായി മാറി. 2014 അദ്ദേഹം ദി വാഷിംഗ്ടൺ പോസ്റ്റിൽ ചേർന്നു. വാഷിംഗ്ടൺ DC താമസം മാറ്റി. 2017 ഇഷാൻ തരൂരിന്റെ വിവാഹം. ഇഷാൻ തരൂരിന്റെ ദി വാഷിംഗ്ടൺ പോസ്റ്റിലെ പ്രൊഫൈൽ പേജിലെ വിവരണം ഇങ്ങനെയാണ്. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ വിദേശകാര്യ ഡെസ്കിൽ ആഗോള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ദൈനംദിന കോളമായ ടുഡേയ്സ് വേൾഡ് വ്യൂ കൈകാര്യം ചെയ്യുന്നയാളാണ് ഇഷാൻ. 2021 അമേരിക്കൻ അക്കാദമി ഓഫ് ഡിപ്ലോമസി നൽകുന്ന ആർതർ റോസ് മീഡിയ അവാർഡ് ഇൻ കമന്ററി പുരസ്കാരം നേടിയിട്ടുണ്ട്. മുൻപ് അദ്ദേഹം ടൈം മാഗസിനിൽ സീനിയർ എഡിറ്ററും ലേഖകനുമായിരുന്നു. വാഷിംഗ്ടൺ പോസ്റ്റിൽ ഇഷാൻ കൈകാര്യം ചെയ്തുവരുന്ന ടുഡേയ്സ് വേൾഡ് വ്യൂ ഇതിനകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ആഗോള വിഷയങ്ങളിൽ ഇഷാൻ തന്റെ മാധ്യമത്തിനു വേണ്ടി ഒരു ന്യൂസ് ലെറ്ററും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇഷാന്റെ ലേഖനങ്ങൾ ഈ ന്യൂസ് ലെറ്ററിലൂടെ വായനക്കാർക്ക് അയക്കുന്നു. പക്ഷപാതരാഹിത്യം കാണിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കോളമിസ്റ്റല്ല ഇഷാൻ തരൂർ. താൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കാറുണ്ട് ഇഷാൻ. ഇഷാന്റെ പേരിൽ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഏറ്റവും ഒടുവിൽ വന്ന കോളങ്ങളിലൊന്ന് ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളെ കുറിച്ചാണ്. ഇസ്രായേൽ ഗാസയെ പട്ടിണിക്കിട്ട് നശിപ്പിക്കുന്നു, ആഗോള ഭ്രഷ്ട് എന്നാണ് ഇതിന്റെ തലക്കെട്ട്. ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കെതിരെ ആഗോളതലത്തിൽ പ്രതികരണം വൈകുന്നതിനെതിരെയാണ് ലേഖനത്തിൽ അദ്ദേഹം എഴുതുന്നത്.